ബബബ ട്രെയിലർ വന്ന് ഇനി നമ്മുടെ പണി അതൊന്ന് കത്തിച്ചു തരിക എന്നുള്ളതാണ്. എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് കത്തിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം ലീഡൊന്നും അവര് ട്രെയിലറിൽ തന്നിട്ടില്ല. എന്നാലും ഉള്ളതൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. ബബബ സിനിമയിൽ കമേഴ്ഷ്യൽ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് എൻജോയ് ചെയ്ത് കാണാനുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ടാവും. ഈ ഗുഡ് ബാഡ് അഗ്ലി, മാർക്ക് ആന്റണിയൊക്കെ പോലെ ആ ഒരു വൈബിൽ പോകുന്ന പടമായിരിക്കും. ഒരുപാട് പടങ്ങളുടെ റെഫറൻസും ഈ ബ്ലാക്ക് ഹ്യൂമറും അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു പടമാണ്. പക്ഷെ അതൊക്കെ ഓവറായി പോവാതെ മാച്ചായി പോവുകയാണെങ്കിൽ സംഭവം നൈസായിരിക്കും. അതുപോലെ ഓവറായി കഴിഞ്ഞാൽ പണിയും കിട്ടും. പിന്നൊരു കാര്യം, ഈ പടം എല്ലാവരുടെ കപ്പിലെയും ചായ അല്ല. പടം എല്ലാത്തരം ഓഡിയൻസിനും ഒരുപോലെ വർക്ക് ആവുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പ്രത്യേകിച്ച് അവർ ടൈറ്റിൽ തന്നെ കൺഫേം ചെയ്യുന്നുണ്ട്, നോ ലോജിക് ഓൺലി മാജിക് എന്ന ഒരു എക്സ്പെരിമെന്റൽ കൺസെപ്റ്റിലാണ് ഈ പടം വരുന്നത്. ഈ പടത്തിന് ലോജിക് ഇല്ല. സിനിമയിലെ ലോജിക്കില്ലായ്മ നമ്മുടെ മലയാളി ഓഡിയൻസിന് അത്ര പെട്ടെന്ന് അങ്ങോട്ട് എളുപ്പം ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ അത്തരത്തിലുള്ള സിനിമകളൊന്നും അധികം അങ്ങനെ വന്നിട്ടില്ല. അപ്പോ എല്ലാത്തരം ഓഡിയൻസും ഈ പടത്തെ സെയിം വൈബിൽ കാണുമെന്ന് അറിയത്തില്ല. കാര്യം പടത്തിന് ലോജിക്കില്ല എന്ന് പറഞ്ഞാലും ആ ലോജിക്കില്ലായ്മയ്ക്കും ലോജിക്ക് തപ്പുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ പടത്തിന് കയറുമ്പോ ലോജിക്ക് മറന്നേക്കണം. പിന്നെ ഒരു കാര്യം, ബബബ സിനിമയെ പറ്റി എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴോ കാര്യം പറയുമ്പോഴോ അതിന്റെ ഇടയിൽ കൂടി കേസിന്റെ കാര്യം അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് തമ്മിത്തല്ലരുത്. ഈ പടം ബഹിഷ്കരിക്കണം എന്നുള്ളവർ നിങ്ങൾ ബഹിഷ്കരിച്ചു, ഇവിടെ ആരെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരെ മണ്ടാക്കി നിന്ന് കയറിയിട്ട് അവിടെ കിടന്ന് തെറി വിളിക്കുക ആലമ്പ് വരണിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം കാണാൻ താല്പര്യമില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഫിഗറിനെ ഇഗ്നോർ ചെയ്യണം, മൈൻഡ് ചെയ്യരുത്. അല്ലാതെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റ്, ട്രെയിലർ, കമന്റ് അതിന്റെ അടി കയറി തെറി വിളിക്കുന്നതൊക്കെ തെണ്ടിത്തരവാ. കാണാൻ താല്പര്യമുള്ളവരാണ് പടം കാണുന്നത്. അങ്ങനെയുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് അവർ പണം ഇറങ്ങുന്നത്. എന്ന് വെച്ചിട്ട് അവരുടെ ആസ്വാദനത്തെ ചോദ്യം ചെയ്യാനോ നിങ്ങളുടെ തീരുമാനമാണ് ശരി മറ്റുള്ളവർ അത് തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ ക്രൈം. സിനിമയെ സിനിമയായിട്ട് കാണുക. ഒരാളുടെ മാത്രമല്ലല്ലോ സിനിമ. താല്പര്യം ഇല്ലാത്തവരെന്താ ചെയ്യണ്ടേ? ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവാതിരിക്കുക, അത് ചെയ്യണം. അല്ലാണ്ട് കാണുന്നവരെ മണ്ടയ്ക്ക് നിന്ന് കീറുന്നല്ല. അങ്ങനെയുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. മാഡ്നസ്. നമ്മുടെ വീഡിയോയും കുറച്ച് മാഡായിരിക്കും, അത്യാവശ്യം ഇത്തരം ഞാനും പറയും. ഇത് ഒരു വട്ട് പടമാണ്. ഒരു വട്ട് ഹീറോയും ചായ എടുത്ത് പോക്കലിലുണ്ട് നടക്കുക, ബുള്ളറ്റിന് പഴയ പാഷൻ പ്രോയുടെ ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്യുക, അങ്ങനെ മൊത്തത്തിൽ കിറുക്ക് പരിപാടിയാണ്. ആദ്യം നമുക്ക് പടത്തിലെ ദിലീപ് ഏട്ടന്റെ ക്യാരക്ടർ എടുക്കാം. ദിലീപ് ഏട്ടന്റെ ഈ സിനിമയിലെ ക്യാരക്ടർ ഒരു ഭ്രാന്തനാണ്, അല്ലെങ്കിൽ ഒരു മെന്റലായിട്ട് അഭിനയിച്ച് മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരുത്തൻ. പടത്തിന്റെ ടീസറും ട്രെയിലറും ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ പോലീസുകാരും ഈ ക്യാരക്ടറും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധമാണ് ഈ പടം. ഇയാൾ മെയിൻ ആയിട്ട് പണി കൊടുക്കുന്നത് പോലീസിനിട്ടാണ്. പോലീസിന്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ അയാൾ ഒരു പിടികിട്ടാ പുള്ളിയാണ്, ഒരു വാണ്ടഡ് ക്രിമിനൽ. എന്ന് വെച്ച് എല്ലാവർക്കും അറിയാവുന്ന അങ്ങനെ ഒരു ക്രിമിനൽ ഒന്നും അല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാവാം ഇയാൾ ഇങ്ങനെ ക്രൈമുകൾ ചെയ്യാൻ തുടങ്ങുന്നത്. കാര്യം അയാളുടെ ഒരേ ഒരു രേഖാചിത്രം മാത്രമേ പോലീസുകാരുടെ കയ്യിലുള്ളൂ. അത് വെച്ചിട്ടാണ് വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ കേസ് അന്വേഷിക്കുന്നത്. ഇയാളൊരു സീരിയൽ ക്രിമിനൽ ആവാം. ഒരു ക്രൈം അല്ല ചെയ്യുന്നത്, ഘട്ടം ഘട്ടമായിട്ടാണ് ഇയാൾ ഇങ്ങനെ ക്രൈമുകൾ ചെയ്യുന്നത്. എന്നിട്ട് ഒരു പരിപാടി പോലെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇയാൾ പല രീതിയിൽ പോലീസിന് ക്ലൂ കൊടുക്കുന്നുണ്ട്. ടീസറിൽ നമ്മൾ കുറെ പഴയ വിന്റേജ് നോട്ടീസ് കണ്ടായിരുന്നു. അതും ഇയാളുടെ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആയിരിക്കാനാണ് സാധ്യത. അതുപോലെ ട്രെയിലറിൽ ഒരു പഴയ വിന്റേജ് റേഡിയോയും അതിൽ വോയിസ് റെക്കോർഡ് ചെയ്താണ് പോലീസിന് ക്ലൂ കൊടുക്കുന്നത്. അതും ആ ഒരു റേഡിയോ കൊറിയർ അയച്ചാ കൊടുത്തത്. കൊറിയർ ബോക്സ് ഒക്കെ അവിടെ തന്നെ കാണാം. ഇതും പഴയ ഒരു പരിപാടിയാ. പഴയ പരിപാടിയാണെങ്കിലും ഇന്നും അധോലോകങ്ങൾ ഫോളോ ചെയ്യുന്നത് ഈ ടെക്നോളജിയാ. കാര്യം പോലീസ് ട്രേസ് ചെയ്തില്ല. അപ്പോ ഈ ക്യാരക്ടർ പോലീസ് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര ഒരു പഴയ ടെക്നോളജിയിൽ പോലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇയാളിങ്ങനെ ക്രൈമുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ പോലീസിന് തലവേദനയായി കാണും. ഇത്രയും ക്രൈം ചെയ്യുന്നത് ഒരു ഭ്രാന്തം കൂടി ആകുമ്പോൾ വൻ കിളിത്തരമായിരിക്കും. ഇയാളൊരു മെന്റൽ ആവെന്ന് പറയാൻ കാരണം ടീസറിൽ വിജയ് മേനോൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ലോകത്ത് എല്ലാവർക്കും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്, അതൊന്ന്. പിന്നെ അടുത്തത് ഈ ടീസറിൽ തന്നെ വിനീത് ശ്രീനിവാസൻ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ റിലീസ് ഡേറ്റ് ഗ്ലിംസിൽ വിജയ് മേനോനെ കാണിക്കുന്നുണ്ട്. അപ്പൊ വിനീത് ശ്രീനിവാസൻ പുള്ളിയോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇവനെ തളർത്താൻ എന്താ വഴി? ഒരു പോലീസുകാരൻ ഒരു ക്രിമിനലിനെ മെന്റലി തളർത്തണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവൻ 1000 വാർഡ്സിൽ അമ്മാതിരി കിളിതരായിരിക്കും കാണിക്കുന്നത്. അപ്പൊ വിനീത് ശ്രീനിവാസൻ ചോദിക്കുമ്പോ പുള്ളി പറയുന്നുണ്ട് ഇവനെ തളർത്താൻ പറ്റില്ല. അപ്പോ ഇത് മൂന്നും തമ്മിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോ വിജയ് മേനോന്റെ ക്യാരക്ടർ സൈക്യാട്രിസ്റ്റും അതൊരു മെന്റൽ ഹോസ്പിറ്റലും ദിലീപ് അയാളുടെ ഒരു പഴയ പേഷ്യന്റും ആയിരിക്കാം. അങ്ങനെ ഇയാളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയാവും വിനീത് ശ്രീനിവാസൻ അവിടെ വന്ന് പുള്ളിയോട് ദിലീപിനെ പറ്റി ചോദിക്കുന്നത്. ഇനി എന്താണ് ഇതിന്റെ കാരണം എന്ന് അറിയണമല്ലോ. അതായത് എന്തിനു വേണ്ടിയാണ് അയാൾ ഇത്തരത്തിലൊരു സീരിയൽ ക്രൈം ചെയ്യുന്നതെന്ന്, അയാളുടെ മോട്ടീവ് അതറിയണമല്ലോ. മേ ബി അതൊരു റിവഞ്ച് ആയിരിക്കാം. റിവഞ്ച് ആണെങ്കിൽ അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും. ആ ഫ്ലാഷ് ബാക്ക് എത്ര സ്ട്രോങ് ആണെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പടത്തിന്റെ ബാക്കി പരിപാടികൾ. പടത്തിൽ ശരണ്യ പൊൻവണ്ണന്റെ ഒക്കെ ഭാഗങ്ങൾ ഫ്ലാഷ് ബാക്കിൽ വരുന്നതായിരിക്കും. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ദിലീപിന്റെ ഒക്കെ ചൈൽഡ്ഹുഡ് വരെയൊക്കെ പോവാം. ഇനി ഈ ക്യാരക്ടറിന്റെ കാര്യം എടുത്താൽ ഒരു ഗ്യാരേജ് ബാക്ക്ഡ്രോപ്പിലൂടെയാണ് ഈ ക്യാരക്ടർ കടന്നു പോകുന്നത്.
കുറെ ഫാൻസി കാറുകളും വന്നു പോകുന്നുണ്ട്. ഇതിലേക്കൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് പുള്ളിക്ക് വേറെ ഉണ്ട്. അതാണ് ലാലേട്ടൻ. ബബ്ബപ്പയിൽ ലാലേട്ടൻ്റെത് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് എല്ലാ പടത്തിന്റെ അവസാനം ഒരു സൂപ്പർ സ്റ്റാർ ക്യാമിയോ കൊണ്ടുവന്ന് അത് അടുത്ത പാർട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന ആ ഒരു രീതിയാണ്. പക്ഷെ ഇതില് അങ്ങനെ അല്ലെന്ന് തോന്നുന്നു. ഇതില് അതായത് ഈ ട്രെയിലറിൽ ഒരു വോയിസ് ഓവറിലൂടെയാണ് ലാലേട്ടൻ റിവീൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ പറയുന്നത് അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരു 1.5 കാലമായിരുന്നു എന്നാണ്. ഈ ഡയലോഗ് കഴിഞ്ഞു പോയൊരു കാലത്തെ കുറിച്ചാണ് പറയുന്നത്. അത് അയാൾ ആർക്കോ പറഞ്ഞു കൊടുക്കുവാണ്. ചിലപ്പോ അത് പറയുന്നത് ഈ വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടറോടാവാം. ഈ വിനീതിന്റെ ക്യാരക്ടർ ദിലീപിനെ കുറിച്ച് അന്വേഷിക്കാൻ അയാളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരാളാവാം ഈ വോയിസിന്റെ ഉടമയും. അപ്പൊ പുള്ളിയാണ് ഇങ്ങനെ കഴിഞ്ഞൊരു കാലത്തെ കുറിച്ച് പറയുന്നത്. അതായത് ദിലീപേട്ടനും ലാലേട്ടനും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കാലം. ഞാൻ പറഞ്ഞു വരുന്നത് ബവ സിനിമയിലെ ദിലീപേട്ടന്റെ ക്യാരക്ടറിന്റെ ഫ്ലാഷ് ബാക്ക് ആവാം ലാലേട്ടന്റെ പോർഷൻസ് ഒക്കെ. ആ ഫ്ലാഷ് ബാക്ക് പറയുന്നതിന്റെ ഒരു വോയിസ് ഓവർ ആയിരിക്കാം ഇത്. ഇതൊക്കെ എന്റേതായിട്ടുള്ളൊരു ഊഹം മാത്രമാണ്. അങ്ങനെ പറയാൻ കാരണം ട്രെയിലറിൽ കാണിച്ച ലാലേട്ടന്റെ ഭാഗങ്ങൾ തന്നെയാണ്. പടത്തിന്റെ ക്ലൈമാക്സിൽ ലാലേട്ടൻ ഒരു ക്യാമറയാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളും പാട്ടും ഡാൻസും ഒക്കെ വരാൻ സാധ്യത കുറവാണ്. ഇത് തന്നെ എനിക്ക് തോന്നുന്ന ഒരു 10-20 മിനിറ്റ് എങ്കിലും കാണും, ഇൻക്ലൂഡ് സോങ്. ഈ ഭാഗങ്ങൾ ക്ലൈമാക്സിലാണ് വരുന്നതെങ്കിൽ അതങ്ങോട്ട് സെറ്റ് ആവൂ. അതായത് സീരിയസ് ആയിട്ടുള്ള മെയിൻ ഈവന്റ്സ് എല്ലാം കഴിഞ്ഞ് ഇത്രയും ഭാഗം ഒരു എൻഡിങ് ഇല്ലാതെ ഇടുവോ എന്നുള്ളൊരു കാര്യത്തിൽ ഡൗട്ടാണ്. ഈ ട്രെയിലറിൽ പോലും അവർ ഒരുമിച്ച് ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പോ അതൊരു ഫ്ലാഷ് ബാക്ക് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ എന്റെ തോന്നല് മാത്രമായിരിക്കും. ഈ പറയാൻ പോകുന്നത് എന്റെ ഒരു ഊഹം മാത്രമാണ്. ലാലേട്ടൻ ഫ്ലാഷ് ബാക്കിലാണ് വരുന്നതെങ്കിൽ ഈ ദിലീപേട്ടന്റെ ക്യാരക്ടർ ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിലാവാം പ്രസന്റില് ഈ സീരിയൽ ക്രൈം ഒക്കെ ചെയ്യുന്നത്. ചിലപ്പോ ലാലേട്ടന് വേണ്ടിയാവാം പുള്ളി റിവെഞ്ച് എടുക്കുന്നത്, അണ്ണന് വേണ്ടി അനിയന്റെ പ്രതികാരം. ഇതൊക്കെ എന്റെ വെറും തോന്നലാണ്. ട്രെയിലറിൽ നിന്ന് ഡീകോഡ് ചെയ്യാൻ പാകത്തിനൊന്നും കിട്ടാത്തതുകൊണ്ട് ചിലപ്പോ ചിന്തിച്ചു പോയായിരിക്കും. അതുകൊണ്ട് ഇത് കാര്യമായിട്ട് എടുക്കണ്ട. എനിക്ക് അങ്ങനെ തോന്നിയപ്പോ ഒന്ന് പറഞ്ഞു മായ്ച്ചള ഇതൊന്നും മനസ്സിലിട്ടുണ്ടാ നടക്കണ്ട. ഇനി ഇതിൽ ലാലേട്ടന്റെ ക്യാരക്ടർ എടുത്താൽ പുള്ളി ഇച്ചിരി മാഡാണ്. പുള്ളിക്ക് ഒരു ഗ്യാരേജ് ബാക്ക് ഡ്രോപ്പ് ഉണ്ട്. പുള്ളിയുടെ മുണ്ടിന്റെ ഡിസൈൻ പോലും ഗിയറും സ്പാൻഡറും ഒക്കെയാ. പുള്ളിയുടെ സെറ്റപ്പ് തന്നെ ഭയങ്കര ഫാൻസിയാ. കൂടെയുള്ളവരുടെ കോസ്റ്റ്യൂം അടക്കം വൻ കാർട്ടൂൺ പരിപാടിയാ. ഇപ്പൊ പുള്ളിയെ കണ്ട് അതായത് അണ്ണനെ കണ്ടായിരിക്കാം ദിലീപും ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ LCUവിൽ റോളക്സിനെ അനുകരിക്കുകയൊക്കെ പോലെ. ഇനി ഗില്ലി. ലാലേട്ടന്റെ ഭാഗങ്ങളിൽ ഒരു സിമെന്റ് ഫാക്ടറി കാണിക്കുന്നുണ്ട്. ആ സിമെന്റിന്റെ പേര് ഗില്ലി എന്നാണ്. ഗില്ലി എന്ന് വെറും പേര് മാത്രമല്ല, വിജയുടെ ഗില്ലി സിനിമയുടെ ടൈറ്റിൽ കാർഡാണ് ഇവരുടെ ബ്രാൻഡിങ് നെയിം ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ലാലേട്ടന്റെ ആ ഒരു ഗ്യാരേജിൽ ഗില്ലി യൂണിവേഴ്സ് എന്നും കാണാം. അപ്പോ ഗില്ലി സിനിമയായിട്ട് ഈ ലാലേട്ടന്റെ ക്യാരക്ടറിന് നല്ല ബന്ധമുണ്ട്. ചിലപ്പോ പുള്ളി ഒരു ദളപതി ഫാൻ ആയിരിക്കാം. പിന്നെ ലാലേട്ടന്റെ പേര് പോലും ഗില്ലി എന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെങ്കിൽ മൊത്തത്തിൽ ഈ പടത്തിന് ഒരു ഗില്ലി മയമുണ്ട്. ഈ വിജയ് റെഫറൻസ് ഈ പടത്തിൽ ഒരുപാടുണ്ട്. മെയിൻ ആയിട്ടും ആ ജിപ്സി. അതിൽ ചേസിംഗിൽ അർജുനൊരു വില്ലിന്റെ റീമിക്സ് ഒക്കെ ഉണ്ടെന്ന് റൂമർ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള 3 പേരാണ് ദിലീപേട്ടൻ, ലാലേട്ടൻ, വിജയ് അണ്ണൻ. അതിൽ 2 പേര് നേരിട്ടും ഒരാളുടെ റെഫറൻസും ഉണ്ട്. കറക്റ്റ് ആയിട്ട് കിട്ടിയ പടം കത്തും. പിന്നെ ഈ പടത്തിൽ അവർ ഉദ്ദേശിച്ച ഗില്ലി യൂണിവേഴ്സ് അതെന്താണെന്നറിയാൻ നമ്മൾ ഡിസംബർ 18 വരെ വെയിറ്റ് ചെയ്യണം.